അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. പിന്നെ നമ്മളൊരു ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ നല്ലൊരു മധുരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് സേമിയ പായസമാണ് കേട്ടോ. അടിപൊളി സേമിയ പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കണം. ഇതിൽ ഞാനൊരു സംഭവം ചേർക്കുന്നുണ്ട് വീഡിയോ ലാസ്റ്റിലേക്ക്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രം നിങ്ങൾ ചിലപ്പോൾ എൻ്റെ വീഡിയോയിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇത് നമ്മൾ പുതിയത് മേടിച്ചതാട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത പാത്രം ഇതല്ലായിരുന്നു, നമുക്ക് വന്നത് ഇതാണ്. പിന്നെ നമ്മൾ തിരിച്ച് റിട്ടേൺ കൊടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്തു. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്ത് കൊടുത്തു കേട്ടോ. അത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതേ പാത്രത്തിൽ തന്നെ നമ്മൾ വറുത്ത സേമിയാണ് കിട്ടിയേക്കുന്നത് നമുക്ക്. അതുകൊണ്ട് തന്നെ എന്നാലും ഒരു 2 മിനിറ്റ് ആ നെയ്യിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇനിയിപ്പോൾ വറക്കാത്തതാണെങ്കിൽ ഈ കളർ ആവണ വരെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് നല്ലോണം വറുത്തെടുക്കുക. തീ കുറച്ചിട്ടിട്ട് വറക്കാൻ ശ്രദ്ധിക്കുക, കരിഞ്ഞു പോവരുത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു ഗ്ലാസ്, ചെറിയൊരു ഗ്ലാസ് ആട്ടോ അത്. നമുക്ക് വീഡിയോയിൽ കാണുന്ന അത്ര വലിപ്പമൊന്നുമില്ല ഗ്ലാസ്. ചെറിയൊരു ഗ്ലാസ്സിൽ വെള്ളം നമ്മൾ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് സേമിയ ഒന്ന് വേവട്ടെ. ഈ വെള്ളം ഫുള്ള് വറ്റും വേണം കേട്ടോ. ഈ വെള്ളത്തിൽ നമ്മൾ പാലൊഴിക്കില്ല, വെള്ളം ഫുള്ള് വറ്റും വേണം. ഈ വെള്ളത്തിൽ തന്നെ നമ്മുടെ സേമിയയും വെന്ത് കിട്ടും ചെയ്യും കേട്ടോ. 3/4 ഭാഗം വെന്ത് കിട്ടും. ബാക്കിയുള്ള 1/4 ഭാഗം നമ്മുടെ പാലിൽ കിടന്നിട്ട് വേവണം സേമിയം. എന്നാലാണ് നമുക്ക് ആ സേമിയം അതേ ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 പാക്കറ്റ് പാലുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് പായസം ഉണ്ടാക്കണുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ശില്പമാണെങ്കിൽ ഇല്ല, അവൾ വീട്ടിൽ പോയി വെക്കുകയാണ്. അപ്പോൾ അവൾക്ക് കൊടുക്കാനാ ചെയ്യാൻ നമ്മൾ ഇത്ര കുറച്ചുണ്ടാക്കില്ല. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനും കുട്ടികളും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 1 പാക്കറ്റ് പാലുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് 1/2 ലിറ്റർ പാലുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് സേമിയ തന്നെ എടുത്തിട്ടുള്ളൂ. ഇനി ഇതാ പാലൊഴിച്ച് കൊടുത്ത്. ഇനി പാലൊഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കണം. അല്ലെങ്കിൽ കൈ എടുത്തു കഴിഞ്ഞാൽ പാലിൽ പാട കെട്ടും. അപ്പോൾ പാട കെട്ടാതെ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. തിളയ്ക്കണ വരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. പിന്നെ പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നെയ്യിൽ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിതിൽ പഴമൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തിട്ടിട്ട് സേമിയ പായസത്തിൽ കൂട്ടി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കഴിച്ച് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഞാൻ പഴം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് കേട്ടോ. നെയ്യിൽ പഴം ചെറുതാക്കിയിട്ടൊന്ന് വറുക്കുക. എന്നിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മളിടില്ലേ, അതുപോലെ പായസത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റിൽ നമുക്ക് പായസം കുടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ പായസം നമ്മുടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. സേമിയൊക്കെ ഫുള്ളായിട്ട് വെന്തു, പാലൊക്കെ തിളച്ചു. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക. ഓരോരുത്തർക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ആ സ്പൂൺ കൊണ്ട് ഒരു 5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാവർക്കും എന്താ പറയുക, പഞ്ചസാരയുടെ അളവ് ഞാൻ പറയണില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. ഇതാ കുറച്ച് ഏലക്കായപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കായുടെ കുരു മാത്രം എടുത്തിട്ട് ഞാനൊന്ന് ചതച്ച് അതിൻ്റെ പൊടിയും കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് തന്നെ ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ കുത്തെടുക്കും. എന്ത് സാധനമാണെങ്കിലും അധികമായി കഴിഞ്ഞാൽ അമൃതം വിഷം എന്നല്ലേ പറയുക. അതുപോലെ നമുക്ക് ടേസ്റ്റ് കിട്ടില്ല. ലാസ്റ്റത്തെ ഒരു പരിപാടിയാണിത്. നമ്മളൊരു പാക്കറ്റ് പാൽപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കും. ഇനി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു തുള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒപ്പം തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. എനിക്ക് തന്നെ പണി കിട്ടി. ഞാൻ ഒപ്പം ഇളക്കി കൊടുക്കാൻ വിട്ടുപോയി. ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇളക്കിയത്. അപ്പോൾ കട്ട പിടിക്കും. പിന്നെ ഇളക്കി കൊടുത്ത് ശരിയാവും. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ കട്ടയൊക്കെ അലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലോ അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിലോ ഒന്ന് കലക്കി നന്നായിട്ട് കലക്കിയിട്ട്, ചൂടുവെള്ളത്തിലിട്ടാൽ പച്ചവെള്ളത്തിലല്ല, കലക്കിയിട്ട് നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര റിസ്ക് എടുത്തിട്ട് ഇളക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് പാൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പായസം റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെച്ചത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി സേമിയ പായസമായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. ഇന്ന് ക്രിസ്മസ് അല്ലേ, അപ്പോൾ ക്രിസ്മസിന് ഈ ഒരു സേമിയ പായസം തന്നെ ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമലൈക്കും. ഇത് ഇവിടുന്ന് വന്ന് പിന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് തന്നെ ഇഷ്ടമുള്ള പാട്ട് പാടുന്നുണ്ട്. അതെല്ലാവരും ഒന്ന് കേട്ടിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. പാട്ട് എല്ലാവരും മറക്കാതെ തന്നെ കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ.